കൂടെ നിന്ന് അവളുടെ സമൂഹം. ഹലോ ഗൈസ്, കൊടൈക്കനാൽ പാർട്ട് 2 വ്ളോഗാണ്. ഇത് വെള്ളിയാഴ്ചയാണെന്ന് പള്ളിക്കോണം. പള്ളി പോണ്ടി കുളിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി. വെള്ളത്തിന്റെ പൈപ്പ് ഫ്രിഡ്ജിൽ നിന്നിട്ട് തുറന്നിട്ടായിട്ട് അമ്മാരി തണുപ്പ്. പിന്നെ ഒരു കാക്കക്കോളിയും പാസ്സാക്കി നമ്മൾ പള്ളിക്ക് വന്നു. ഇനിയിപ്പോ പള്ളി പോയി അവിടെ ഒന്നും ഉണ്ടാക്കില്ല. അതിന് വേണ്ടി നാട്ടിലത്തെ മൊയിലാരെ വിളിച്ചു നോക്കി. ഒന്നും ഉണ്ടാക്കാത്ത എന്താ പരിപാടി ഉണ്ടോന്ന് മൊയിലാരെ വിളിച്ചു നോക്കിയാ തണുപ്പായോണ്ട് ഒന്നും ഉണ്ടാക്കണ നിർബന്ധമല്ലേ. ഒരു മാർഗ്ഗം ഇല്ലാന്ന് കേൾക്കാത്ത മതി. ഏതായാലും നമ്മൾ ആ തണുപ്പത്ത് ഓതൊക്കെ എടുത്ത് കാരണം ഇതാണ് കേട്ടോ ഇവിടുത്തെ ഈ കൊടൈക്കനാലത്തെ പള്ളി. ഏതായാലും ഇന്നത്തെ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. വെള്ളിയാഴ്ച ബിരിയാണി കഴിച്ചില്ല, പിന്നെ ഇസ്ലാം എന്ന് പുറത്താ ചില വിചാരം. നമ്മളത് തെറ്റിച്ചില്ല, നമ്മൾ കഴിക്കാൻ പോയി. തമിഴ്നാട്ടിൽ വന്നാൽ പിന്നെ അവിടുത്തെ ബിരിയാണി കഴിക്കണം. അങ്ങനെ ഇവിടുത്തെ ഫേമസ് ആമ്പൂർ ബിരിയാണി കഴിച്ചൊന്നും പറയല്ല, അടിപൊളി സാധനം. ഫുഡ് കഴിച്ച് നേരെ വന്നത് കോക്കേഴ്സ് വാക്ക് കാണാനായിട്ട്. ടൗണിൽ തന്നെ ഈ സ്ഥലം വരുന്നത്, അതായത് കൊടൈക്കനാലിന്റെ വ്യൂ പോയിന്റ് കാണാൻ. വെറും 10 രൂപ എൻട്രൻസ് ഫീ. കൊടൈക്കനാലിന്റെ മൊത്തം ടൗൺ അവിടുന്ന് കാണാം. അപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു മാങ്ങ വാങ്ങി കഴിച്ചു. കൊടൈക്കനാലായിരുന്നു തോന്നുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ്. ഇനി നമുക്ക് കുറച്ച് ഫാഷൻ ഷോയിലേക്ക് കിടക്കാം. ഈത്ത ഒലിക്കാൻ വേണ്ടി ചാല് വെട്ടി ഒരു താടിയും കണ്ണി കൊള്ളാനുള്ള പിരുത്തുണ്ടെന്ന് പറഞ്ഞൊരു വെട്ടു, അവന്റെ ചുമല കണ്ണാടിയും. ഇവനെ ഇവിടെ അല്ലേ നിർത്തണ്ട, വല്ല കാളപ്പൂരിനെ കൊണ്ടുപോയി നിർത്തേണ്ടത്. ഇനി മാസ് സീനിലേക്ക് കിടക്കാം. ഒന്നുമില്ല, ബലൂൺ മേലെ തോക്കെടുത്ത് വെടിയെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കൊടൈക്കനാൽ ലേക്കിന്റെ ചുറ്റിലൂടെ സൈക്കിൾ റൈഡിന് പോയിട്ടോ. അരമണിക്കൂറിന് വെറും 100 rupees ഉള്ളൂ. ഭയങ്കര വെർത്ത് ആയിട്ട് തോന്നിയത്. ആൻഡ് വി കംപ്ലീറ്റ്ലി എൻജോയ് ദാറ്റ്. പിന്നെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങി. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ ഊതി വിശപ്പ് തീർത്തോടുക്കുക. പാവം എന്തെങ്കിലും അതാക്കാം. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി നമ്മൾ നേരെ നമ്മളെ കോട്ടേജിലേക്ക് പോയി. നല്ല തട്ടുകട സ്റ്റൈലിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നത്. വിശന്നിട്ടാണ് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ശരി.